ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരുദയാണേ. നമുക്കിന്നൊരു അപ്പവും സ്റ്റൂവും കാണാം കേട്ടോ. ഒരു കള്ളപ്പം ഉണ്ടാക്കണതാണ്, കള്ളില്ലാതെ കള്ളപ്പം ഉണ്ടാക്കണ ഒരു റെസിപ്പി കണ്ടിട്ട് വരാം. ഇതാ ഒരു കള്ളപ്പം ഉണ്ടാക്കാനും കള്ളില്ലാതെ ഒരു കള്ളപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ രാത്രി തന്നെ അരി വെള്ളത്തിലിടുന്നത്, രാത്രി ഞാൻ വെള്ളത്തിലിടുന്ന സമയത്ത് ഇത് നിങ്ങൾ കാണിച്ചു തരികയാണ്. ഇത് രാവിലെ ഞാൻ അരയ്ക്കുകയുള്ളൂ. ശരിക്കും ആദ്യമൊക്കെ നമ്മളിങ്ങനെ അരച്ച് വെച്ചിട്ടൊക്കെയാണ് ശീലിച്ചിരുന്നത്. ഇപ്പം ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇത് കണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ പെർഫെക്ഷനോടുകൂടി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പം അത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ ഒരു 250 ml കപ്പിന് ഒരു 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് കുറച്ച് മതിയായതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. അരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തതാണിത്. അതിലേക്ക് നല്ലൊരു കോരി ചോറ് ഞാനൊരു പാത്രത്തിലെടുത്തിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മുറി നാളികേരം, ഒരു 3 സ്പൂണ് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു ഓവറായിട്ട് വേണ്ട. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ടീസ്പൂണിനാണ്. നമ്മളിതിലേക്ക് അങ്ങോട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന കൂട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഈ ഓവർനൈറ്റ് അങ്ങോട്ട് വെക്കുക ചെയ്യുക. ഫുള്ളായിട്ട് നമ്മളിത് രാവിലെയാണ് അരയ്ക്കുന്നുള്ളൂ. ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഈ അരി, ഈ ചോറും നാളികേരവും ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ, ഉപ്പ് രാവിലെ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാം. ഒരു 2-3 ചെറിയ ഉള്ളി കൂടെ, ജീരകവും കൂടെ. നമ്മുടെ കള്ളപ്പത്തിൻ്റെ ഒരു കൂട്ടതാണല്ലോ, അപ്പോൾ അത് വേണ്ട കേട്ടോ. അപ്പോൾ അതായത് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി നമ്മളിതിങ്ങനെ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ല അടച്ചതെടുത്ത് നമ്മളിങ്ങനെ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അരയ്ക്കുമ്പോൾ ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. അരച്ചിട്ട് കാണിച്ചു തരാം. നമ്മളൊരു അരമണിക്കൂർ മുമ്പേ അരച്ച് വെച്ചാൽ നമുക്ക് നല്ല അസലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. രാവിലെ ഞാൻ അരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതാ ഇങ്ങനെ നല്ല ഇതിലിരിക്കുന്നുണ്ട് ഉണ്ടാവും. ഇതിനെ നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും നല്ല ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകം, അതും കൂടെ ചേർത്തിട്ടാണിത് അരച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, പാകത്തിന് ഉപ്പും ചേർത്ത് അരച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. ഇതിൽ ഈ വെള്ളം തന്നെയാണ് ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മളെല്ലാം എല്ലാ ബാച്ചും ഞാൻ അരച്ചൊഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം ഇങ്ങോട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അരച്ചതാണ്. ഇനി ഇത് നമ്മളൊന്നും ചെയ്യൂല. നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് പല ബാച്ചായിട്ട് അരച്ചെടുത്തോണ്ടേ തമ്മിലിങ്ങനെ മിക്സ് ചെയ്ത് ഇതിവിടെ വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ അടച്ചവിടെ വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് ഇതങ്ങോട്ട് ചുട്ട് തുടങ്ങുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കുക. ഇനി അരമണിക്കൂർ കഴിഞ്ഞത് ചുടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ മൂടി അവിടെ വെക്കുകയാണ്. ഞാനൊരു ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ളൊരു സ്റ്റൂ ഉണ്ടാക്കുകയാണ് നമ്മുടെ അപ്പത്തിന്. അപ്പം അതൊന്ന് കാണിക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ കോട്ടിങ്ങൊക്കെ പോയ പാനാണ്, കുഴപ്പമില്ല, എന്നാലും ഞങ്ങൾ യൂസ് ചെയ്യണതാണ്. സ്റ്റൂവിന് ഇത് നമ്മൾ കടുക് ഇടാറില്ല കേട്ടോ. മിക്കവാറും ആളുകൾ ഇടാറില്ല. ഇനി ആരെങ്കിലും ഇടുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉപയോഗിക്കാറില്ല കടുക്. ഞാൻ കുറച്ച് ഒരു വലിയ 2 ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ സവാളയും 2 കറിവേപ്പിലയാണ്, ഒരു ക്യാരറ്റ്, 4-5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും മതി കേട്ടോ. ഇനി തേങ്ങാപ്പാലിലാണ് നമ്മൾ 3-ാം പാലിൽ അത് വേവിക്കുക. ക്യാരറ്റ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു രുചിയാണ് ഉണ്ടെങ്കിൽ അത്രയും വെജ് നമ്മുടെ ഉള്ളിൽ ചെല്ലുമല്ലോ. ആദ്യം നമ്മളൊന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പച്ചമുളകും നല്ലോണം അങ്ങോട്ട് വഴന്ന് വരണ്ട. അതാണ് നമ്മളെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ടു.
ഉരുളൻകിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു സാധനം അങ്ങനെ ചുമക്കെ മൂത്ത് വരാൻ നിൽക്കണ്ട. ചുമന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റൂവിൻ്റെ ഒരു നിറം മാറിപ്പോകും. നമുക്ക് വെള്ള കളറിലുള്ള കറി നമ്മൾ ഉണ്ടാക്കുക. ക്യാരറ്റ് ഇടുന്നതുകൊണ്ടൊരു ചെറിയ ഓറഞ്ച് ഷെയ്ഡ് വരും, എന്നാലും നല്ലോണം മൂക്കണ്ട. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ നമ്മൾ അതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് 3-ാം പാലാണ് കേട്ടോ. നമ്മൾ 2-ാം പാലും 1-ാം പാലും ഇവിടെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3-ാം പാലാണ് ഒഴിച്ച് കൊടുക്കണം. ഈ 3-ാം പാലിലാണ് നമ്മൾ ഈ വെജ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഒന്ന് തിളച്ചിട്ട് നമുക്കൊരു ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഒന്നിങ്ങോട്ട് തിളയ്ക്കട്ടെ. ഇതിവിടെ നിന്നാവട്ടെ. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പോരെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ആദ്യം ഒന്ന് തിളച്ച് നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് അപ്പം ചൂടാനുള്ളത് ഈ സ്റ്റൗവിൽ അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അപ്പം ചൂടാനുള്ളത് ഞാൻ ഓഫാക്കിയിട്ടില്ല. ഈ തവ ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഞാൻ മാവ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ, അതെന്താ എന്താ പരിവമുള്ളത്. ഞാൻ ക്യാമറ ഇവിടെ ആയതുകൊണ്ട് മാവ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് കണ്ടോ, അത് പൊങ്ങിയിരിക്കുന്ന ഒരു പരുവം കണ്ടല്ലോ. ഇനി നമ്മളിത് ഇളക്കുമൊന്നും വേണ്ട, ഇങ്ങനെ കോരിയാണ്ട് ഉണ്ടാക്കുക ചെയ്യാം കേട്ടോ. കാണിക്കാം. ചട്ടിയൊന്ന് ചൂടാവട്ടെ. ഇപ്പം നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്. നല്ല ഫ്ലെയിമിൽ വെക്കണ്ട. എന്താ അപ്പം ആദ്യത്തെ ഇങ്ങനെ ഒഴിക്കുകയാണ്. നമ്മളത് പരത്തി കൊടുക്കൂല. നമ്മളൊന്നിങ്ങനെ അടച്ച് വയ്ക്കുക. ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഉപ്പിന് ചേർക്കാൻ നിന്നതാണ്. തിളച്ചു ഒന്ന്. നമ്മുടെ അപ്പം ഒന്നിങ്ങനെ മറിച്ചിടുക കേട്ടോ. ചെറിയൊരു തീയിലിങ്ങനെ വേവണം. നല്ല ഫ്ലെയിം വേണ്ട. ഞാൻ ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം വെച്ചു എന്നേ ഉള്ളൂ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ചെറിയ തീയിലാകുമ്പോഴത് നന്നായിട്ട് വെന്ത് കിട്ടുക. അല്ലെങ്കിൽ അങ്ങോട്ട് കരിയുക ചെയ്യുക. ഒരു അടിയിലൊക്കെ നന്നായിട്ട് കരിഞ്ഞ് വരും. അപ്പോൾ ഒരു സുഖമാവില്ല. നമ്മുടെ കറി ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ ഉടച്ചതിനിടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കിയിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് 2-ാം പാൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാം ഉടയ്ക്കണ്ട. കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിൽ കടിക്കാൻ കിട്ടുന്നതും ആണ് അതിൻ്റെ ഒരു. നമ്മൾ പുഴുങ്ങിയിട്ട് തോല് കളഞ്ഞതിലേക്ക് ഉടച്ച് ചേർത്താലും മതി കേട്ടോ ഉരുളൻകിഴങ്ങേ. ഞാനിപ്പോൾ ഇന്ന് കഷ്ണങ്ങളങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടു വന്നുള്ളൂ. ഒന്നൊരു കുറച്ച് നേരം തിളക്കട്ടെ. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഇതാ നമ്മൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ്. 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില കുറച്ച് തൂവി, കുറച്ച് പച്ച വെളിച്ചെണ്ണ എൻ്റെ മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് അപ്പത്തിന് ഞാനിപ്പോൾ ചിക്കു അവിടെ പോകാൻ വേണ്ടിയിട്ട് ധൃതി വെച്ച് നിൽക്കുകയാണ്. ചിക്കുവിനിപ്പോൾ കൊടുക്കും കേട്ടോ. അപ്പം ചിക്കു അഭിപ്രായം പറഞ്ഞ് നമുക്കിപ്പോൾ കാണാം. ഇതാ ഇപ്പോൾ ചിക്കു കഴിച്ചിട്ട് പറയും. ചിക്കുവിന് നേരം പോയിട്ടേ ധൃതി വെക്കുകയാണ്. ഞാൻ ആ തേങ്ങാപ്പാലെടുത്ത പാത്രത്തിൽ തന്നെ ഇതാ കറി എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കൂട്ടി വെക്കുക. കുട്ടിക്ക് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ അങ്ങോട്ട് നേരം പോയി. അപ്പോൾ ചൂടാണേ ഊതിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ. അതിന് ധൃതി കൊണ്ട് മറന്നു പോണ്ട.
എന്ത് ഉന്ന് പറഞ്ഞാൽ പോലെ അതിൻ്റെ ശരിക്കും പറയും ഒരു ഉപ്പ് കൂടുതലുണ്ടോ? കറക്റ്റ് തന്നെ. അടിപൊളി. അടിപൊളി ഉണ്ടെന്ന് എനിക്കറിയാം. എരിവ് അത് നമ്മുടെ കറിക്ക് ഇച്ചിരി മുന്നോട്ടല്ലേ എരിവ്. അതാ. അപ്പോൾ എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇതാ ഞങ്ങൾക്ക് 4 പേർക്കല്ലേ. ചിക്കു കഴിച്ചിട്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവുകയാണ്. കറിയൊക്കെ ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ. നിങ്ങൾ ആ പാത്രത്തോടെ എടുത്ത് ഇങ്ങോട്ട് ടേബിളിലേക്ക് വെച്ചാൽ കിച്ചണിൽ തന്നെയാണ് ടേബിൾ. അപ്പം എന്താ കണ്ട നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിരിക്കുകയാണ്. നമ്മുടെ ഈ കാണിച്ച അപ്പമൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ പഠിച്ചതാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് നന്നായിട്ട് തോന്നി. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. അപ്പോൾ ഇനി ഇതെൻ്റെ വീഡിയോ വരുമ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് അതേവിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഇത് ലൈക്ക് ചെയ്യുക. കൂടെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.